അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജീവിതത്തിൽ പല ഭാര്യമാരുണ്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഉൻസ് ഖാത്തൂൻ എന്ന് പേരുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവരൊരു ഖാദിയുടെ മകളായിരുന്നു ഈ ഉൻസ് ഖാത്തൂൻ. അവരും ചരിത്രത്തിൽ അറിയപ്പെട്ട ആളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ ഉൻസ് ഖാത്തൂൻ പണ്ഡിത എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട ആളാണ്. അവർ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ വെച്ച് അവരോട് മറ്റു പല പണ്ഡിതന്മാരെ സംശയങ്ങൾ ചോദിച്ചു, അവരുടെ അടുത്ത് പഠിക്കാനും. അപ്പോൾ അവസാനം ഇവരുടെ അടുത്ത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരുപാട് ആളുകൾ പഠിക്കാൻ വരുമ്പോൾ തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഓ സിർത്തി ഷെയ്ഖ, ഓ നീ ഇപ്പം എന്നെക്കാളും വലിയ പണ്ഡിതയായല്ലോ. അങ്ങനെ ആളുകൾക്ക് അവരുടെ അടുത്ത് പഠിക്കാൻ വന്നപ്പോൾ ഭാര്യയുടെ അടുത്ത് അവരെ ഭയങ്കര ബഹുമാനമായിരുന്നു ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എന്നും ചരിത്രം കാണാൻ കഴിയും. പണ്ഡിതയായിരുന്നു ഉൻസ് ഖാത്തൂൻ. അതുപോലെ തന്നെ അത്തീഖ, അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതനായിരുന്ന സെയ്ൻ അബൂബക്കർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യ ലൈല എന്നു പേരുള്ള സിറിയയിലെ ഹലബ്കാരിയായ ഒരു സ്ത്രീ. ഇവരൊക്കെയും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ ഭാര്യമാരായി ഇരുന്നിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. 4 പേർ. അദ്ദേഹത്തിന് ഈ ഭാര്യമാരിൽ എല്ലാവരും കൂടിയായി 6 പെൺമക്കളും 1 മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും പണ്ഡിതനാണ്. 6 പെൺമക്കളും 1 മകനുമായിരുന്നു. അതിന് മൊത്തം 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എഴുതിയ രചനകൾ ഒന്നാമതായി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രസിദ്ധമായത് ഫത്ഹുൽ ബാരി എന്ന കിതാബാണ്. അത് ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ്, അതിൻ്റെ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. വാള്യങ്ങളോളം ഉണ്ട്. അതിന് പല രൂപത്തിലുള്ള പ്രിന്റുകൾ നമ്മുടെ ലൈബ്രറിയിലും ഒക്കെ ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തൊട്ട് നോക്കിയാലും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമായി നമ്മളതിനെ ഒന്ന് കാണണം. കാരണം അത് അത്രത്തോളം ഇസ്ലാമിക സമൂഹത്തിന് വൈജ്ഞാനികമായി പിന്തുണ നൽകിയ, അത്രത്തോളം ആളുകൾ അവലംബിച്ച ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ ചുരുക്കമാണ്. അതായത് നമ്മൾ വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും ഒക്കെ അവലംബിക്കുന്ന പോലെ തന്നെ അത് മനസ്സിലാക്കാനായി ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥം വ്യാപകമായി. ഇന്നിപ്പോൾ ലോകത്ത് എവിടെയും സ്വഹീഹുൽ ബുഖാരി പഠിപ്പിക്കണമെങ്കിൽ ഏത് വലിയ പണ്ഡിതനും ആദ്യം അവലംബിക്കുക ഫത്ഹുൽ ബാരിയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ രീതിശാസ്ത്രം ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു മനുഷ്യന് വേറെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഫത്ഹുൽ ബാരിക്ക് അദ്ദേഹം കൊടുത്ത ഒരാമുഖം, അതന്നെ ഒരു വാള്യമുണ്ട്. ഫത്ഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിന് ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? നേരെ വ്യാഖ്യാനിച്ചു. 1-ാമത്തെ ഹദീസ് നമുക്കറിയാലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഹദീസ് തുടങ്ങുന്നത് നമുക്കറിയാം. ആ ഹദീസിന്റെ വ്യാഖ്യാനമല്ല ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ആമുഖം എഴുതി. ഹദീസുകൾ എന്താണ് ഹദീസുകൾ നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം, ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിക ലോകം ഇങ്ങനെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഒരു വാചകം കൊണ്ട് ഇത് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് എന്താണ്? ദീനിന്റെ അടിത്തറയാണല്ലോ ഈ ഹദീസുകൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം കൊണ്ടല്ലോ. അതിൻ്റെ പേര് അദ്ദേഹം ഒരു വിശദമായ ഒരു ആമുഖം, ഒരു വാള്യമുണ്ട്. പിന്നെ ആമുഖം മാത്രം പ്രസിദ്ധമായി ഹദീസ് സാരി എന്ന പേരിൽ ആ ആമുഖം മാത്രം ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് പല കോളേജുകളും. ആമുഖം മാത്രം. ഏറ്റവും അവസാനം പിന്നെയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് അടുത്ത വാള്യം മുതലാണ് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകൾക്ക് വ്യാഖ്യാനം എഴുതി തുടങ്ങി. ഏറ്റവും അവസാനം ഇമാം ബുഖാരിയുടെ ജീവചരിത്രം കൂടി, ഒരു ചുരുങ്ങിയ സംക്ഷിപ്തമായ ഇമാം ബുഖാരിയുടെ ഒരു ജീവചരിത്രം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന കിതാബ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ, നമ്മൾ ഒരാളുടെ ജീവിതത്തിലെ തന്നെ ഒരു വലിയൊരു പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ജീവിതാഭിലാഷമായി അദ്ദേഹം കണ്ട ഒന്നായിരുന്നു ഈ ഫത്ഹുൽ ബാരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 25 വർഷം എടുത്തിട്ടാണ് ഫത്ഹുൽ ബാരി അദ്ദേഹം പൂർത്തിയാക്കി. 25 വർഷം. അത് ജീവിതത്തെ ഒരു സബരിയായി, ജീവിതത്തിൽ ഒരു ലക്ഷ്യമായി കണ്ടു. അതൊക്കെ നമുക്കൊരു വലിയ പാഠമാണ്. 1-2 ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളെപ്പോലുള്ള പിൽക്കാലക്കാരായ നൂറ്റാണ്ടുകൾ എന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് താല്പര്യം. കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യുന്ന ഭാരമേറിയ ആഴമേറിയ ജോലികളെ നമുക്ക് പലപ്പോഴും താല്പര്യമില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ 25 വർഷം തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ ഓരോ ദിവസവും, അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഫത്ഹുൽ ബാരിയിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഓരോ ദിവസവും 25 വർഷം എന്ന് പറയുമ്പോൾ ആ 25 വർഷത്തിലെ ഓരോ രാത്രിയും പകലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവില്ലേ ഇത് ആഡ് ചെയ്യണം. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഫത്ഹുൽ ബാരി ഒറ്റ ദിവസം എഴുതി. പിന്നെ അത് നേരെ പ്രിന്റ് ചെയ്തതല്ല, എഴുതി പലതും തിരുത്തേണ്ടി വന്നു, പലതും പിന്നെ ആഡ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നി. അതിങ്ങനെ അദ്ദേഹത്തിന് മരണം വരെ അദ്ദേഹം അതിൽ പിന്നെയും പല ആഡിങ്സുകളും അദ്ദേഹത്തിന് തോന്നുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം നടത്താറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഗ്രന്ഥങ്ങൾ അവലംബിച്ചിട്ടാണ് അദ്ദേഹം ഫത്ഹുൽ ബാരി എഴുതുന്നത്. ഫത്ഹുൽ ബാരിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പം സ്വഹീഹുൽ ബുഖാരിലെ ഒരു ഹദീസ്, ആ ഹദീസിൻ്റെ സനദിനെ കുറിച്ചുള്ള പഠനം ഫത്ഹുൽ ബാരിയിലുണ്ട്. ആ സനദ്, ആ ഹദീസ് വേറെ ഏതൊക്കെ സനദിലൂടെ വന്നു,
വേറെ ഹദീസ് കിതാബുകളിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസിദ്ധമായ ഹദീസ് കിതാബുകളിൽ ഈ പറഞ്ഞ സനദോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹദീസോ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഹദീസിന് എന്തെങ്കിലും തരത്തിലുള്ള ബലക്കുറവുണ്ടെങ്കിൽ ഇതിനെ ബലപ്പെടുത്താൻ കഴിയുന്ന വേറെ റിപ്പോർട്ടുകൾ കുറെ കൂടി കൊടുക്കാൻ കഴിയുമോ, അതിൻ്റെ സനദ് വേറെ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തി വേറെ സനദിൽ വന്ന ഹദീസുകൾ ഉൾപ്പെടുത്തി അതിനെ ശക്തിപ്പെടുത്താൻ കഴിയുമോ, ഇതൊക്കെ അദ്ദേഹം ആലോചിക്കുകയും അതൊക്കെ അദ്ദേഹം ഇവിടെ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ടാവും. അത് ഒരു അധ്യായത്തിൽ ഉദ്ധരിക്കും, പിന്നെ വേറെ പല അധ്യായങ്ങളും അത് ആവർത്തിക്കും. അങ്ങനെ ഒരു ഹദീസ് വന്നാൽ അതിൻ്റെ വ്യാഖ്യാനം വീഴുമ്പോൾ അദ്ദേഹം അതും പറയും, ഈ ഹദീസ് ഇമാം ബുഖാരി ഇത്ര സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇന്ന ബാബുകളിൽ, അത് അങ്ങനെയാണ് പറയാം, ഇന്ന അധ്യായങ്ങൾ, ത്വഹാറത്തിൻ്റെ ശുദ്ധിയുടെ അധ്യായങ്ങൾ, നിസ്കാരത്തിൻ്റെ ഈ ഹദീസ് അത് ഇമാം ബുഖാരി ഹജ്ജിൻ്റെ അധ്യായത്തിൽ ഇന്ന തലക്കെട്ടിന് കീഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിന്ന് നോക്കുമ്പോൾ അത് സിമ്പിളാണ്. പക്ഷേ അങ്ങനെ അന്നത്തെ കാലത്ത് അത് എഴുതണമെങ്കിൽ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ചുരുങ്ങിയത് ഒരു മനസ്സിലൊരു ചിത്രമായിട്ടെങ്കിലും വേണം. ഒരു അധ്യായം എഴുതി, പിന്നെ ഇപ്പം ഈ ഹദീസ് വേറെ ഏതൊക്കെ അധ്യായത്തിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ എല്ലാ അധ്യായം മറിച്ചു വെക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഒട്ടുമുക്കാലും മനസ്സിലുണ്ടെങ്കിൽ അത് കഴിയുള്ളൂ. ഇന്ന അധ്യായങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത അധ്യായം എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ നേരത്തെ ഇത് ഓർമ്മ ഉണ്ടാവും, നേരത്തെ ഒരു ഹദീസോ അവിടെയും വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ തിരിച്ചു പോയി അവിടെ എഴുതാം, ഇത് ഈ അധ്യായത്തിലൂടെ അത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് എഴുതാം. അങ്ങനെ കഴിയോ? ഇല്ലല്ലോ. അപ്പോൾ അത്രമാത്രം ആഴത്തിലുള്ള അവഗാഹമാണ്. ഇന്നത്തെ പോലെ ടെക്നോളജികളോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ അനലൈസിസ് ചെയ്യാനുള്ള വഴികളൊന്നും ഇല്ലല്ലോ. നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് തന്നെ, അദ്ദേഹത്തിൻ്റെ തലച്ചോറ് തന്നെയാണ് അദ്ദേഹം അതിന് ഉപയോഗപ്പെടുത്തിയത്. ഓരോ ഇമാം ബുഖാരിയുടെ തലക്കെട്ടിന് കീഴും, ഇമാം ബുഖാരിയുടെ തലക്കെട്ടുകൾ പ്രസിദ്ധമാണല്ലോ, തറാജുമുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം ബുഖാരിയുടെ തലക്കെട്ടുകൾ, ഓരോ അധ്യായത്തിനുള്ള തലക്കെട്ടുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ആ തലക്കെട്ടുകൾ കണ്ടിട്ട് പലരും പിൽക്കാലത്ത് വന്ന വിഡ്ഢികളായ പലരും പറഞ്ഞു തലക്കെട്ടും ഹദീസും തമ്മിലൊരു ബന്ധമില്ല. ഇമാം ബുഖാരി ആ ആഴമേറിയ ബന്ധം ഇമാം ബുഖാരി കൊടുത്ത് മനസ്സിലാക്കാനൊക്കെ കഴിയാതെ പോയതുകൊണ്ടാണ്. അത് വിശദീകരിക്കുന്നതിൽ വലിയൊരു അളവോളം വിജയിച്ച മനുഷ്യനാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ഇമാം ബുഖാരി അധ്യായങ്ങൾ കൊടുത്ത തലക്കെട്ടുകളും ആ തലക്കെട്ടിൽ കൊണ്ടുവന്ന ഉദ്ധരിച്ച ഹദീസുകൾ, എന്തുകൊണ്ട് ഇമാം ബുഖാരി ഈ തലക്കെട്ടിന് കീഴിൽ ആദ്യം ഈ ഹദീസ് ഉദ്ധരിച്ചു, രണ്ടാമത് എന്തുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചു? ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫൈസൽ മൗലവി ഉസ്താദ് പറഞ്ഞിരുന്നു, ഒന്നാമത് ഹദീസായി കൊണ്ടുവരാനുള്ള ഒരുപാട് ഫായിദകൾ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി എന്താ പറയുന്നുണ്ട്. വെറുതെ നീയത്തിൻ്റെ വിഷയം മാത്രമല്ലോ, പല ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഹദീസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ഹദീസ്, നമ്മൾ വിചാരിക്കും ഒരൊറ്റ ഹദീസ് വെറുതെ അതൊക്കെ കുറേ ലക്ഷം ഹദീസുകൾ മനപ്പാടമുണ്ട്, എന്നാൽ പിന്നെ ഇതവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയതില്ല. അതിന് പിന്നിൽ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം രചിക്കാൻ വേണ്ടി മാത്രം 1200 ഗ്രന്ഥങ്ങൾ അദ്ദേഹം റെഫർ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ചരിത്രത്തിൽ കാണാം. ഇന്നിപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതാൻ വിചാരിക്കുകയാണെങ്കിൽ തന്നെ 1200 ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പം നെറ്റിലാണെങ്കിൽ കൂടി തന്നെ ഇന്ന് ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ, അവയുടെ PDF-ഉം ടെക്സ്റ്റ് വെർഷനും അതിൻ്റെ ഒരു വാചകം അടിച്ചു കൊടുത്താൽ ആ പുസ്തകത്തിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ടെക്നോളജി ഉണ്ട്. അത് വലിയ സംഗതികളൊന്നുമല്ല. ഇന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന 3-4 MB ഉള്ള ആപ്പുകളിൽ വരെ അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. സെർച്ച് ചെയ്ത് കൊടുത്താൽ, അതിൻ്റെ സെർച്ച് ബാറിൽ കൊടുത്താൽ ഇത് ഏതൊക്കെ കിതാബിൽ വന്നെന്ന് പറയും, എത്ര കിതാബ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. 1200 മർജിഉകൾ, റഫറൻസുകൾ, അവലംബ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന കിതാബ് ക്രോഡീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹദീസിൻ്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് സംഭാവനയുള്ള അതിലാണ് തഹ്ദീബുൽ തഹ്ദീബ് എന്ന ഗ്രന്ഥം. ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം വിവരിക്കുന്ന, അതുപോലെ തന്നെ സ്വന്തം നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടറെ കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളാണ് തഹ്ദീബുൽ തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അത് മുൻകാലത്ത് എഴുതപ്പെട്ട ഇമാം മിസ്സിയുടെ തഹ്ദീബുൽ കമാൽ, അതിനോടൊപ്പം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ സ്വന്തം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, വിവരങ്ങൾ കൂടി ആഡ് ചെയ്തതുമാണ്. അതും കുറച്ച് വലുതായി എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അത് കുറച്ചും കൂടി ഷോർട്ടാക്കി ഒരു 2 വാള്യത്തിൽ തഖ്രീബുൽ തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. തഖ്രീബുൽ തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആയിരക്കണക്കിന് ഹദീസ് റിപ്പോർട്ടർമാരുടെ അവരാരാണെന്ന് ജസ്റ്റ് ചുരുക്കത്തിൽ അവരുടെ വിധി മാത്രം പറയുന്ന ഗ്രന്ഥമാണ്. ചുരുക്കത്തിൽ അവരുടെ ജനനം, മരണം, അവരെ സ്വീകരിക്കാൻ പറ്റുമോ, അത് ഇയാൾ ആരാണ്, ഹദീസിൻ്റെ നിവേദകന്മാരുടെ അവർക്ക് ഓരോ വിശേഷങ്ങളുണ്ടാവും. ഇപ്പോൾ സ്വദൂഖ് സത്യസന്ധൻ എന്നാണ് അർത്ഥം. പക്ഷേ അത് സത്യസന്ധൻ എന്നുള്ള അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്. അത് ഹദീസ് റിപ്പോർട്ടർമാരുടെ നിലവാരത്തിൻ്റെ ഒരു ഘട്ടമാണ് സ്വദൂഖ്. ഏറ്റവും വലിയ ഘട്ടമാണ് ഔസഖ് അല്ലെങ്കിൽ സിഖത്തുൻ സിഖ. സിഖത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, പിന്നെ നോക്കാനില്ല. സിഖത്തുൻ സിഖ, 100% വിശ്വസ്തൻ, ഒരു പ്രശ്നം അദ്ദേഹത്തിനില്ല.
വിശ്വാസത്തിൽ ഒരു പ്രശ്നമില്ല, ഓർമ്മശക്തിയിൽ ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ പൂർണ്ണമായി സ്വീകരിക്കാം. അതിന് താഴെയുള്ള കാറ്റഗറി വെറും സിഖത്ത് എന്ന് മാത്രമല്ല കാറ്റഗറി, അതിനും താഴെ സദൂഖ്. അപ്പോൾ ഇതൊക്കെ വാക്കർത്ഥമല്ല, ഇതൊക്കെ ഓരോ ടെക്നിക്കൽ വാക്കുകളാണ്. ആ ഹദീസിൻ്റെ ഉസൂൽ ഹദീസിലെ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ചില ആളുകളെ പറ്റി പറയും വാഹിൽ ഹദീസ്, ഹദീസ് പലതും അലസമായി പറയുന്ന, പല തെറ്റുകളും വരുത്തുന്ന ആൾ. ലൈസ ബിഷൈഇൻ, അയാൾ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല എന്ന് അയാളെക്കുറിച്ച് പറയും. അത് വാക്കർത്ഥത്തിലല്ല, അയാളെ ഹദീസിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയും. ചിലപ്പോൾ വേറെ വിഷയത്തിൽ വലിയ പണ്ഡിതനായിരിക്കാം. അപ്പോൾ അങ്ങനെ പറയുന്ന, വളരെ ചുരുക്കത്തിൽ പറയുന്ന അദ്ദേഹത്തിന് ഇതിനെയൊക്കെ ഷോർട്ടാക്കിയ ഗ്രന്ഥമാണ് തഖ്രീബുൽ തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ലിസാനുൽ മീസാൻ എന്ന് പറയുന്ന എന്തെങ്കിലും പ്രശ്നമുള്ള ഹദീസ് റിപ്പോർട്ടർമാർ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥം അദ്ദേഹത്തിന്. എന്തെങ്കിലും ചില പ്രശ്നങ്ങളുള്ള ഹദീസുകൾ റിപ്പോർട്ടർമാരുണ്ടാവും, അവരെ മാത്രം ക്രോഡീകരിച്ചു. അഥവാ മുഴുവൻ പ്രശ്നമൊന്നുമില്ലാത്ത റിപ്പോർട്ടർമാരൊക്കെ ഒഴിവാക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ഹദീസ് റിപ്പോർട്ടർമാർ അവരെ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥം. അൽ ഇസാബ ഫി തമീസി സ്വഹാബ എന്ന പേരിൽ സ്വഹാബിമാരെ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥമുണ്ട്. സ്വഹാബിമാരെ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥം. അപ്പോൾ പല ആളുകൾക്ക് തോന്നി, എന്തിനിപ്പോൾ സ്വഹാബിമാരുടെയൊക്കെ വിഷയത്തിൽ അവരെങ്ങനെ, അവർ സ്വഹാബിയാണോ എന്നുള്ള ക്രോഡീകരിക്കേണ്ട ആവശ്യം ഇപ്പം നമുക്ക് അറിഞ്ഞൂടെ? അല്ല, ഒരു സ്വഹാബിയാണോ എന്നുള്ളതിന് തെളിവുകൾ ആവശ്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പല സ്വഹാബിമാരുടെ വിഷയത്തിൽ. ചില ആളുകളുടെ വിഷയത്തിൽ അദ്ദേഹം സ്വഹാബിയാണോ, എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ, ചിലപ്പോൾ ഒരഭിപ്രായം കണ്ടിട്ടുണ്ട് എന്നാവും, വേറെ അഭിപ്രായം കണ്ടിട്ട് ഇല്ല എന്നാവും. ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഒരു മുല കുടിക്കുന്ന പ്രായത്തിൽ ജീവിച്ചിട്ടുണ്ടാവും, പക്ഷെ റസൂലിനെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈ കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരാൾ സ്വഹാബിയാണോ അല്ലേന്ന് തിരിച്ചറിയാൻ പറ്റും. അത് ലിസ്റ്റ് ചെയ്യണം. അത് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? കാരണം ഇപ്പോൾ അഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ, അയാൾ ഒരു സ്വഹാബിയായി മാറുന്നതും ഒരൊറ്റ ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പേരിൽ താബിയായി മാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു താബി ഉദ്ധരിച്ച ഹദീസ് സ്വഹാബി ഉദ്ധരിച്ച ഹദീസിന് വ്യത്യാസമില്ലേ? സ്വഹാബിമാരെല്ലാവരും വിശ്വസ്തരും ഏതൊരു തരത്തിലും പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ സംശയത്തിന് പോലും വകയില്ലാത്തവരുമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിലപാട്. പക്ഷെ താബിഈങ്ങൾ അങ്ങനെയല്ല. സ്വഹാബിമാർ കുല്ലുഹും സിഖാത്തുൻ ഉദൂൽ എന്നാണ് പറയുക. എല്ലാവരും സിഖത്തുകളാണ്, വിശ്വസ്തരാണ്, ഉദൂൽ അതിലുള്ള നീതിമാന്മാരാണ്. അവരുടെ വിഷയത്തിൽ പിന്നെ തർക്കമില്ല. കാരണം സ്വഹാബിയായ മതി, റസൂലിൻ്റെ സ്വഹാബിമാർ ആയാൽ മതി. പക്ഷേ ഒരൊറ്റ വാചകത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ചരിത്ര പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അത് ചെയ്തു വെച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ അയാൾ സ്വഹാബി ആവില്ല. അപ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്തി സ്വഹാബിമാരുടെ ചരിത്രം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇത് 6-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ബാബ രത്തൻ എന്ന പേരുള്ള ഒരാൾ ഞാൻ സ്വഹാബിയാണെന്ന് വാദിച്ചത്. അയാളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? സ്വഹാബിമാരെ കൃത്യമായിട്ട് ഇതുപോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ പുസ്തകത്തിലുണ്ട് സ്വഹാബിയുടെ യഥാർത്ഥ പേരുകൾ എന്താണ്. ചിലപ്പോൾ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിൽ ഇന്നൊരാളെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ഒരാൾ. ഇപ്പോൾ ഒരു രസകരമായുണ്ട്, ഇപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഇസാബ പോലുള്ള കിതാബുകൾ തന്നെ പല ഇതുപോലുള്ള സ്വഹാബിമാരുടെ ജീവചരിത്രം പറയുന്ന കിതാബുകളിലൊക്കെ ആദ്യത്തെ പേരുകാരനായ, അല്ലെങ്കിൽ ആദ്യത്തെ അലിഫ് എന്നുള്ള അക്ഷരത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ആദ്യ 10 വരുന്ന ഒരു മനുഷ്യനുണ്ട്. ആബിൽ ലഹ്ം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വഹാബിയാണ്. ആബിൽ ലഹ്ം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരല്ല സത്യത്തിൽ. ഒരു ഹദീസിൽ ആബിൽ ലഹ്ം, അബാ എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക, ലഹ്മു എന്ന് പറഞ്ഞാൽ ഇറച്ചി. അപ്പോൾ ഇറച്ചി കഴിക്കാറുണ്ടായിരുന്നു, ഇറച്ചി കഴിക്കാത്തൊരു സ്വഹാബി. അതിൽ നിന്നാണ് ആ പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് വേറെയാണ്. അപ്പോൾ ഹദീസിൽ പറയുമ്പോൾ ചിലപ്പോൾ ആബിൽ ലഹ്ം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ആരാ? ഇറച്ചി കഴിക്കാത്ത മനുഷ്യൻ. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഹദീസ് സ്വഹാബിമാരുടെ കിതാബുകൾ ഓടിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു വലിയ വർക്കുകൾ ഉള്ള, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാരമായി ഇങ്ങനെ ചരിത്രഗ്രന്ഥം ഇങ്ങനെ എഴുതുക. ഇപ്പോൾ ഒരു 2-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ എഴുതി തുടങ്ങുക. ആദ്യം മുതൽ ഇങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടായി, അതിങ്ങനെ പല രാജ്യങ്ങൾ സഖ്യകക്ഷികളുണ്ടായി, പലതരത്തിലുള്ള പ്രശ്നം. ഇതിങ്ങനെ സിമ്പിളായി ഇങ്ങനെ തുടർച്ച എഴുതി പോകാനുള്ള റെഫറൻസുകൾ അങ്ങനെ എഴുതിപ്പോയ വളരെ സിമ്പിളായ ഒരു സംഗതിയല്ല ഇസ്ലാമിക ചരിത്രം എന്ന് പറയും. സ്വഹാബിമാർ ആരൊക്കെയെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ലിസ്റ്റുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. അഭിപ്രായ വ്യത്യാസമുള്ള സ്വഹാബിമാർ ബലാബലം പരിശോധിക്കും. ഒരു ഇത് സ്വഹാബിയാണോ, സ്വഹാബി ഉദ്ധരിച്ചാൽ അത് ഹദീസായി, പിന്നെ റസൂൽ നേരിട്ട് കേട്ട ആളെന്നാണ് സ്വഹാബിമാർ. പക്ഷെ അതേ ആൾ തന്നെ താബിയായി മാറിയത് മൗഖൂഫായ ഹദീസായി, ഹദീസിൻ്റെ ദർജയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം സ്വഹാബി അല്ലല്ലോ ആൾ. അപ്പോൾ അദ്ദേഹത്തിന് ഇടയിൽ ആരോ ഒരാൾ നഷ്ടപ്പെട്ടു പോയിണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും. അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു തൊട്ടു മുമ്പുള്ള കാലഘട്ടം ഹിജ്റ 8-ാം നൂറ്റാണ്ട്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ മാത്രം ജീവചരിത്രം അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹദീസ് പണ്ഡിതന്മാരുടെ അങ്ങനെ പല പണ്ഡിതന്മാരും ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ട്, അദ്ദേഹം മരിക്കുന്നത് 852-ലാണ്, 9-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 8-ാം നൂറ്റാണ്ട്, ഹിജ്റ 700 മുതൽ 800 വരെ ജീവിച്ച പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹദീസ് പണ്ഡിതന്മാർ, അദ്ദുററുൽ കാമിന ഫി അഅയാനിൽ മിഅത്തി സാമിന
800കളിൽ ജീവിച്ച ഒളിഞ്ഞിരിക്കുന്ന മുത്തുകൾ എന്നാണ് അദ്ദേഹത്തിന് ആ പുസ്തകത്തിന് പേര് കൊടുത്തത്. വലിയ പണ്ഡിതന്മാരുടെ ജീവ ചരിത്രമാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ഉസൂൽ ഹദീസിൻ്റെ വിഷയത്തിൽ നുഹ്ബത്തുൽ ഫിക്ർ എന്ന പേരിൽ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ചില ചിന്തകൾ, പ്രധാനപ്പെട്ട ഉസൂൽ ഹദീസിൻ്റെ അടിസ്ഥാനങ്ങൾ പറയുന്ന കിതാബാണ്. അത് വലിയ വലിപ്പമുള്ള കിതാബൊന്നുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ മത്തിനായി നമ്മുടെ കുട്ടികളൊക്കെ ഹിഫ്ദാക്കുന്ന കിതാബ് കൂടിയാണ്. അദ്ദേഹത്തിന് നല്ല ഭാഷയിൽ കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെയും അതിൻ്റെ ഒരു വൈജ്ഞാനികമായ വലിയ നിലവാരം കാണാൻ കഴിയും എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കിതാബുകൾ പറഞ്ഞ പോലെ അതിന് പ്രധാനപ്പെട്ട ഒരു 1-2 കിതാബുകൾ സൂചിപ്പിച്ചത് മാത്രമാണ്. ഇതിലധികം കിതാബുകൾ അദ്ദേഹത്തിനുണ്ട്.